നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ബുക്ക് നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും. അതിൻ്റെ വീഡിയോകളും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകാം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ബൈബിളിൽ ഉടനീളം വളരെ ആഴത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ബൈബിളിലെ കുറച്ച് അധ്യായങ്ങളും ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ബൈബിൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. ബൈബിളിൽ ഉപബോധ മനസ്സ് എന്ന പദം നേരിട്ട് പറയുന്നില്ല. പക്ഷേ ഉപബോധ മനസ്സിനെ ബൈബിളിൽ ആന്തരിക മനുഷ്യൻ, ഹൃദയം, അകത്തെ മനുഷ്യൻ, മനസ്സ്, ആത്മാവ് എന്നീ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 23:7 പറയുന്നു, അവൻ തൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് അവൻ. ഇവിടെ ഹൃദയം എന്നത് ഉപബോധ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആന്തരികമായി എന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ ആവർത്തിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നത്. ഇനി സദൃശ്യവാക്യങ്ങൾ 4:23 നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക, അതിൽ നിന്നാണ് ജീവൻ്റെ ഉറവകൾ. ഇവിടെ പറയുന്നത് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും സൂക്ഷിക്കുന്ന കേന്ദ്രമാണ് ഹൃദയം അഥവാ മനസ്സ്. നമ്മുടെ ഹൃദയത്തിൽ നല്ല ചിന്തകളും ദൈവവചനവും നിറച്ചാൽ ജീവൻ്റെ ഉറവകൾ വരും എന്ന് പറയുന്നു. നേരെ മറിച്ച് നെഗറ്റീവ് ചിന്താഗതിയും പേടി, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, അസൂയ എന്നിവ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ജീവൻ്റെ ഉറവകൾക്ക് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് ഫലങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. റോമർ 12:2 പറയുന്നു, നിങ്ങളുടെ മനസ്സിൻ്റെ പുതുക്കലാൽ രൂപാന്തരപ്പെടുവിൻ. അതായത് നമ്മുടെ പഴയ ചിന്താശൈലി മാറ്റുക. നമ്മുടെ ഉള്ളിൽ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകും. ഉദാഹരണത്തിന്, ഒരുപാട് സന്തോഷമുള്ള സമയത്ത് പോലും ചിലർ ചിരിക്കാൻ പേടിക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ചിരിച്ചാൽ പിന്നീട് കരയേണ്ടി വരും. അവർ അവരുടെ മൈൻഡിനെ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അവർ വിശ്വസിക്കുന്നത് പോലെ തന്നെ അവർക്ക് സംഭവിക്കുകയും ചെയ്യും. ചില മനുഷ്യർ സമ്പത്തിനെക്കുറിച്ചും സമ്പന്നതയിൽ ജീവിക്കുന്നവരെക്കുറിച്ചും തെറ്റായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് സമ്പത്ത് ഉണ്ടായാൽ സമാധാനമില്ലാതെയാകും. അവൻ സമ്പന്നനായത് തെറ്റായ മാർഗത്തിലൂടെയാണ്. പിന്നെ സമ്പന്നരൊക്കെ ദുഷ്ട ചിന്താഗതിയുള്ളവരാണ്. ഈ വക ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവർ ഒരിക്കലും സമ്പന്നമായൊരു ജീവിതം ഒരിക്കലും അവർക്ക് ആകർഷിക്കാൻ സാധിക്കുകയില്ല. പണ്ടൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും. ഇത് തെറ്റായ ഒരു ചിന്താശൈലിയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം അനീതിയുടെയും അധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ദൈവമാകണ്ടേ? ഒരിക്കലുമല്ല, ദൈവം നീതിമാനാണ്. ഇതുപോലെയുള്ള തെറ്റായ ചിന്തകൾ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവ് ചിന്തകളും ദൈവിക വചനങ്ങളും നിറയ്ക്കുക. ഇനി വേറൊരു വചനം നോക്കാം. മത്തായിയുടെ സുവിശേഷം 12:35 ഹൃദയത്തിലെ നിക്ഷേപത്തിൽ നിന്നാണ് വായ് സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ പ്രതികരണങ്ങളും എല്ലാം ഉള്ളിൽ അടിഞ്ഞുകൂടിയതിൻ്റെ ഫലങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഉപബോധ മനസ്സിൽ എന്താണ് നിറച്ചു വച്ചിരിക്കുന്നത് അത് മാത്രമേ പുറത്തേക്ക് വരൂ. അത് മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നത്. ബൈബിളിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ഇനിയും അനേകം വാക്യങ്ങളുണ്ട്. എല്ലാം ഇവിടെ വിവരിക്കാൻ നിന്നാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. നമ്മൾ കേട്ട ഈ വചനങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് ഒറ്റ കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. നമ്മുടെ മനസ്സ് ഒരു ഫലപുഷ്ടിയുള്ള മണ്ണാണ്. ആ മണ്ണിലേക്ക് നിങ്ങൾ എങ്ങനെയുള്ള വിത്തുകളാണ് എറിയുന്നത്, അതായിരിക്കും അവിടെ മുളച്ചു വരുന്നത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിലുള്ള ചിന്തകൾ ഭാവനയായും പോസിറ്റീവ് അഫർമേഷനുകളായും നന്ദിയായും ദൈവവചനങ്ങളായും നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനെ സാധാരണമായി കാണരുത്.
അത് ദൈവം തന്ന ഒരു വിശുദ്ധ മണ്ണാണ്. അതിൽ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു എന്നതാണ് നിങ്ങളുടെ നാളെയെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ ഭാവി പുറത്തുനിന്ന് വരുന്നതല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് പിറക്കുന്നത്. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്തകൾ മാറണം. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഉയരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ വിശ്വാസം ഉയരണം. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ. ഭയത്തിൻ്റെ വിത്തുകൾ ഇനി വിതയ്ക്കില്ല. നിരാശയുടെ വാക്കുകൾ ഇനി ഞാൻ സംസാരിക്കില്ല. എൻ്റെ ഹൃദയം ഞാൻ സൂക്ഷിക്കും. എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കും. എൻ്റെ ജീവിതം ഞാൻ ദൈവവചനത്താൽ രൂപപ്പെടുത്തും. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ. അതിനാൽ മഹത്തമായ ചിന്തകൾ ചിന്തിക്കൂ. വിശ്വാസത്തോടെ ചിന്തിക്കൂ. ദൈവികമായ ചിന്തകൾ ചിന്തിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന മാറ്റം നിങ്ങളുടെ ജീവിതം മുഴുവനും മാറ്റിമറിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് നൽകി എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് വലിയ പ്രോത്സാഹനമാണ്. ഇതുപോലെയുള്ള ആത്മീയവും പ്രചോദനകരവുമായ വീഡിയോകൾ ഇനി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തി. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.